ഏതായാലും ആര്യൻ ജിസേൽ കൂട്ടുകെട്ട് ഇനിയില്ല. ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഞാൻ തുടങ്ങാം. ഈ ഒരു ബിഗ് ബോസ് ഹൗസ് ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച്, ബിഗ് ബോസ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ആര്യനും അതുപോലെ ജിസേലും അടങ്ങുന്ന ഒരു മുംബൈ വാല ഗ്രൂപ്പാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ജിസേലിനോട് എന്ത് ഇത്ര ദേഷ്യം, ഇതെന്താ ആര്യനും ജിസേലും മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യനും ജിസേലും മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇനി ഈ ഒരു ഗ്രൂപ്പ് അതിങ്ങനെ രണ്ടായിട്ടും പിന്മാറിയിരിക്കുകയാണ്, പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആര്യനെ കുറിച്ച് പറയാം. ഇന്നലത്തെ എപ്പിസോഡിൽ ആര്യൻ ശരിക്കും പറഞ്ഞാല് ലാലേട്ടനോട് പോലും ഭയങ്കരമായിട്ട് പരിഹസിച്ച് സംസാരിച്ചു. ലാലേട്ടൻ, അതായത് മിസ്റ്റർ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ നമ്മൾ ഈ സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഒക്കെയാണ് രാഷ്ട്രീയക്കാരെക്കാട്ടിയും സാഹിത്യകാരന്മാരെക്കാട്ടിയും ഒക്കെ കുറച്ചധികം പ്രിവിലേജ്ഡ് ആകുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഈ സിനിമയിലൂടെ ഉണ്ടാക്കുന്ന പല ഇമ്പാക്റ്റുമാണ്. അത് മാത്രമല്ല, ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മലയാളികൾ കൊടുക്കുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവനായിട്ട് കൊടുക്കുന്ന കുറേയധികം പദവികളുണ്ട്. ഇതൊന്നും ഈ ചള്ളു ചെക്കൻ അറിയത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ആ സൽമാൻ ഖാന്റെ കാര്യത്തിലും കൂടെ ഒന്ന് പറയാം. ഈ സൽമാൻ ഖാനോട് തിരിച്ച് നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്തും ഒക്കെ സംസാരിക്കുന്ന ഒരുപാട് പാർട്ടിസിപ്പൻസ് ഹിന്ദി ബിഗ് ബോസിനകത്ത് കാണാൻ പറ്റും. പക്ഷേ മലയാളികൾ ഒരിക്കലും സൽമാൻ ഖാനെ പോലെ റിലേറ്റ് ചെയ്തിട്ട് മോഹൻലാലിനെ അല്ലെങ്കിൽ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും സൽമാൻ ഖാൻ അല്ല മോഹൻലാൽ ഒന്ന് ഇത്തിരി ദേഷ്യപ്പെട്ടൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കിടയിൽ ചിലപ്പോൾ അതൊരു വലിയ വേദനയായിട്ട് മാറും. അത് പ്രേക്ഷകർ എങ്ങനെ വിചാരിക്കുന്നു എന്ന് വെച്ചിട്ടല്ല, ലാലേട്ടൻ എന്നെ അങ്ങനെ പറഞ്ഞോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ബിഗ് ബോസ് ഹൗസിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ സീസണെ വെച്ചിട്ട് പറയല്ല, ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ബിഗ് ബോസിൽ ഇതേ കണക്കൊരു പദവിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആങ്കർ എന്നുള്ള നിലയിലേക്ക് മോഹൻലാൽ വരുന്നു എന്ന് കരുതിയിട്ട് ബിഗ് ബോസ് എന്തോ മോശം ഒരു പ്രോഗ്രാമോ ലാലേട്ടൻ ഒരു മോശം പ്രോഗ്രാമിന്റെ ആങ്കറോ ആവുന്നില്ല. പകരം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ഇത്രയും ഒരു വലിയൊരു രീതിയിൽ കൊണ്ടുവരുന്നു. അതിനകത്ത് അനുസരിക്കുക അല്ലെങ്കിൽ മലയാളികളായിക്കോട്ടെ ആരായിക്കോട്ടെ അനുസരിക്കാൻ പാകത്തിന് ഒരു മുഖം, അതാണ് മോഹൻലാൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഹൻലാലിനെ തന്നെ അവിടെ വെച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ ആര്യൻ മോഹൻലാലിനോട് വളരെയധികം ചൈൽഡിഷ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതും ഇരുന്നു കൊണ്ട് ലാലേട്ടാ എന്നൊക്കെ ചോദിച്ചു, അത് ഭയങ്കര ബോറിംഗ് ആയി പോയി. അത് ആ ഒരു മത്സരാർത്ഥികൾക്കിടയിലും നെഗറ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകരും അത് പറയുന്നുണ്ട് പല രീതിയിൽ. ഇനി എന്തായാലും ആര്യന് പ്രത്യേകിച്ച് വലിയ ഒരു ഗുമ്മൊന്നും ഉണ്ടാകില്ല. ജിസേലിന്റെ കൂടെ കൂടിയിട്ട് മാത്രമാണ് ആര്യനെ എല്ലാവരും ശ്രദ്ധിച്ചത്. പിന്നെ ആ ഒരു ലുക്ക്, പിന്നെ ആ ഒരു ടാസ്കിനകത്തൊക്കെ ഉള്ള ഒരു മികവ്, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം മാറ്റിവെച്ചേരെ ജിസേൽ ഈ കൂട്ടുവിട്ടു. ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം ബിന്നി എടുത്ത് റൂമിൽ വന്നപ്പോൾ ബെഡിൽ ഇരുന്നു കൊണ്ട് ജിസേൽ പറയുന്നുണ്ട്, ആര്യൻ എന്താണോ എന്തോ ഇപ്പൊ ഈ ഒരു 2-3 days ആയിട്ട് ഭയങ്കര ഇമ്മച്ചുർ ആണ്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ആര്യൻ വന്ന അന്ന് തൊട്ടേ ഇമ്മച്ചുർ ആയിട്ടാണ് ബിന്നിക്ക് തോന്നിയത് എന്ന് ബിന്നി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വീണ്ടും ആര്യനെ കുറച്ചൊക്കെ ഒന്ന് ന്യായീകരിച്ച്, ഇല്ലില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്, ഇപ്പൊ കുറച്ച് ഇമ്മച്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എഗെയിൻ ബിന്നി പറയുന്നുണ്ട്, നിങ്ങളാണല്ലോ കൂടുതൽ കോൺവെർസേഷൻസ് വരാറുള്ളത്, ഞാനുമായിട്ട് അത്രയും കോൺവെർസേഷൻസ് വരാറില്ല. പിന്നെ ആര്യന്റെ ഒരു പ്രായം നോക്കുവാണെങ്കിൽ റെനയേക്കാൾ കുറച്ച് മൂപ്പുണ്ട്, അല്ലെങ്കിൽ റെനെ ആണ് ഏറ്റവും ഇളയത് എന്നേ ഉള്ളൂ, ആര്യന്റെ പ്രായത്തിനനുസരിച്ചുള്ള മെച്യൂരിറ്റി എന്നിങ്ങനെ ബിന്നി പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പക്വതയുള്ളതും കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന നല്ലൊരു സംസാരമൊക്കെ ഉള്ളത് ഇവിടെ ഈ പറയുന്ന ബിന്നിക്കും ആദിലയ്ക്കും നൂറയ്ക്കുമാണ്. നൂറ കുറച്ചുകൂടെ ചൈൽഡിഷ് ആണെങ്കിലും ആദില വളരെ പക്വതയുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇപ്പൊ ഈ ജിസേല് ആര്യനെ കുറിച്ച് ഈ പറഞ്ഞത് നമുക്കൊന്ന് മനസ്സിൽ വെച്ചേക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാവിലെ പുതിയ ലൈവില് അടുക്കളയിലേക്കുള്ള ഒരു ഭരണം തുടങ്ങിയിരിക്കുകയാണ്. അനുമോള് തന്നെയാണ് അടുക്കള. പുതിയൊരു കിച്ചൺ ക്യാപ്റ്റൻ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള അനുമോളും പിന്നെ അതുപോലെ തന്നെ ജിസേലും ഒന്നിച്ച് ദോശ ചുടുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് അടുക്കളയിൽ ഒന്നും ഇല്ല, ഒരു ദോശമാവിനൊന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദോശ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അവിടെ ഞാൻ കണ്ട ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച, അല്ലെങ്കിലും ജിസേലും അനുമോളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയിട്ടുണ്ട്. അവർ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി മെനഞ്ഞാന്ന്, അതായത് ഈ പറഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായ ഒരു മഴ, ആ മഴയ്ക്കകത്ത് അനുമോള് നെവിനുമായിട്ടും ജിസേലുമായിട്ടും ഒക്കെ അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോളിന്റെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എത്ര ദേഷ്യപ്പെട്ടാലും വഴക്കടിച്ചാലും അതൊക്കെ വിട്ടിട്ട് അന്നേരത്തെ ആ ഒരു മൊമെന്റിൽ നമ്മൾ പറയാറില്ലേ, ലിവ് ഇൻ ദ മൊമെന്റ്, ആ ഒരു
നിമിഷത്തിൽ ജീവിക്കൂ എന്ന് പറയുന്ന കണക്ക് ഒരു ക്യാരക്ടർ അനുമോൾക്കുണ്ട്. അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കരച്ചിലായിക്കോട്ടെ, ദേഷ്യപ്പെടുന്നതായിക്കോട്ടെ, ഒരു മനുഷ്യനുള്ള എല്ലാ ഫീലിങ്സുകളും അതേ കണക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ പക്വതക്കുറവെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ പറയാം. പക്ഷെ ആ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യാൻ, കള്ളത്തരം കാണിക്കാൻ എന്തായാലും അനുമോൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ജിസയിലുമായിട്ട് കൂട്ടുകൂടിയത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് അടുക്കളയിൽ എല്ലാവർക്കും ദോശ ചുട്ടുകൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആര്യനും അനീഷും അവിടെ ഇങ്ങനെ പുറത്തായിട്ട് ഔട്ട്സൈഡ് ആയിട്ട്, ആ ടേബിളിന്റെ ഔട്ട്സൈഡ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ അനീഷ് ഓരോന്ന് പറയുന്നതിനൊക്കെ ഈ പറയുന്ന ആര്യൻ കുറച്ച് കളിയാക്കിക്കൊണ്ട് ഓരോന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അനുമോള് ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്നുണ്ട്. പക്ഷെ ജിസേലിന്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ജിസേല് അനീഷിനെയും ഈ ആര്യനെയും ഒക്കെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്നത് ഇവരൊക്കെ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത്. കാരണം ജിസേല് വിചാരിച്ചു വെച്ചൊരു ആര്യനല്ല ഈ 2 ദിവസമായിട്ട്. വന്നപ്പോ കാണിച്ച ഒരു പക്വതയൊന്നും ഇപ്പൊ ഇല്ല. അതിനുശേഷം ഈ ഒരു സീൻ എൻഡ് ചെയ്യുന്നത് അനുമോള് പെട്ടെന്ന് ജിസേൽ ആ പാത്രം എടുത്തോണ്ട് വാ എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ജിസേൽ പെട്ടെന്ന് അനുമോള് തന്നോട് എന്തോ വിളിച്ച് പറയുന്നു എന്ന് കണ്ടിട്ട് ജിസേല് ഞാനോ എന്തിനാ എന്ന് പറഞ്ഞ് പാത്രം എടുത്ത് മുമ്പിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ജിസേലിന് ഫുഡ്, അതായത് ആ ദോശ എടുത്തു കൊടുക്കുകയാണ് സ്പെഷ്യലായിട്ട്. അപ്പോൾ ജിസേല് എനിക്ക് കുറച്ച് മൊരിഞ്ഞത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ആ ദോശ അങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു, ജിസേൽ എന്തായാലും ഈ മലയാളി ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് കപ്പെടുക്കാൻ തന്നെയാണ്. അല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് വന്ന് നിൽക്കണം എന്നില്ല. ബിഗ് ബോസ് ഹിന്ദിയിൽ പോലും എവിക്റ്റ് ആയി പോയത് കൊണ്ടായിരിക്കത്തില്ലേ ബിഗ് ബോസിൽ മലയാളത്തിൽ മത്സരിച്ച് ഒരു കപ്പൊക്കെ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസിൽ വന്നിട്ടുള്ള മറ്റു മത്സരാർത്ഥികളെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഒരു സ്നേഹവും ജിസേലിന് വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഒരുപാട് പേരെ കണ്ടിട്ടുള്ള, ഒരുപാട് ലോകം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ജിസേല്. അപ്പോൾ ആര്യനെ വെട്ടി അവിടെ അനുമോളെ സ്ഥാപിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു ടോപ്പ് 5 എത്താൻ അർഹിക്കുന്ന 2 പേര് തന്നെയാണ് അനുമോളും ജിസേലും. അപ്പോൾ ഏതായാലും ശരി, അവര് ഈക്വൽ ആയിട്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോട്ടെ. ആര്യന്റെ കാര്യമാണ് കഷ്ടം. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ആ ബിന്നിയുമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു പണിപ്പുര ടാസ്കിൽ കാണിച്ച അതിൽ അവിടെ വെച്ചിട്ട് തന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ ഒരു പഞ്ചാബി ഫാമിലി, അതായത് ആര്യൻ ജിസേലിനോട് ആ ഒരു ടാസ്കിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം, താൻ ഒരു പഞ്ചാബി ഫാമിലിയാണ്, അപ്പൊ മുട്ടയടിക്കുമ്പോൾ അച്ഛന് ദോഷമാണ്, ഇതൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം. അതിനുശേഷം അനുമോളും ആര്യനും തമ്മിൽ കിച്ചണിൽ വെച്ചിട്ട് തമാശ പറഞ്ഞ ഒരു സീൻ ഉണ്ടല്ലോ, അത് ജിസേല് കാണുന്നത് ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴാണ്. അപ്പൊ ജിസേല് ഷോക്കായി പോയി. ആര്യൻ തന്നോട് പെരുമാറുന്നതിലും വളരെ ചൈൽഡിഷ് ആയിട്ട്, ഭയങ്കര കൂളായിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് അനുമോളെടുത്ത് കിച്ചണിൽ നിന്ന് തമാശയൊക്കെ പറഞ്ഞ് ആ തമാശക്കകത്ത് ഈ പറയുന്ന അച്ഛനും മതവും എല്ലാം തമാശയായിരുന്നു എന്ന് ജിസേൽ അന്നേരം തിരിച്ചറിയുന്നുണ്ട്. അതായത് പഞ്ചാബി ഫാമിലിയിലൊന്നും ഈ പറയുന്ന മതമൊന്നും, അല്ലെങ്കിൽ ഈ അച്ഛന് മുട്ടയടിക്കുന്നത് കൊണ്ട് അച്ഛന് ദോഷമൊന്നും ഇല്ല എന്നും, അച്ഛൻ മരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ തമാശയായിട്ടാണ് അവിടെ അനുമോളോട് നമ്മുടെ ആര്യൻ പറയുന്നത്. അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട്, 10,000 പോയിന്റ്സ് ആയിരുന്നെങ്കിൽ നീ മുട്ടയടിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുട്ടയടിക്കുമായിരുന്നു എന്ന് ആര്യൻ പറഞ്ഞത് ഉൾപ്പെടെ ജിസേലിന് നന്നായിട്ട് നോവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആര്യനും ജിസേലും തമ്മിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി സംസാരം ഉണ്ടാകുമായിരിക്കാം. നമുക്ക് അതൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഓരോരോ കാര്യങ്ങൾ ഇതിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. പക്ഷെ ഇന്നത്തെ ലൈവ് നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ലാലേട്ടൻ വന്ന എപ്പിസോഡിനെ വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള മത്സരാർത്ഥികളുടെ മാറ്റങ്ങൾ. എസ്പെഷ്യലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 2 വ്യക്തികളെയാണ്, അക്ബർ ആൻഡ് ഷാനവാസ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ, എല്ലാം മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.